نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടെക് ട്യൂട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും വെൽക്കം സ്വാഗതം പറയുകയാണ്. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. പിന്നെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്, നിങ്ങൾക്ക് PDF അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പർ ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് എന്നൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ PDF കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അർജന്റ് പേഴ്സണൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഇവിടെ ഒരു PDF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ നേരെ നമ്മൾ പോവുകയാണ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റിയിട്ട്. പിന്നെ ഈ PDF പറ്റി നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാം. ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് കഴിഞ്ഞ ഇതിന്റെ ഇതാണ്, അത് നിങ്ങൾ നോക്കണ്ട. ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ഒരു PDF കിട്ടിയാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, റെഡി. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ഇൻസ്റ്റ മെസ്സേജ് അയക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, റെഡി. നേരെ നമ്മൾ പോവാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ പറയാം, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കുകളും നമുക്ക് എന്താ പറയാ, ഓരോരോ അവാർഡുകളാണ്, അങ്ങനെയൊക്കെ പറയാം. അവാർഡുകളാണ്, ഓരോ ലൈക്കുകളും നിങ്ങളുടെ അവാർഡുകളായി ഞാൻ ഇവിടെ സ്വീകരിക്കുന്നതാണ്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ നേരെ പോവാണ് നമ്മളുടെ ഒന്നാമത്തെ ആ ഒരു ചാപ്റ്റർ. നമുക്കറിയാം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ സ്പീഡിൽ, വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റിയെ പറ്റിയാണ് നമുക്ക് അറിയുന്നത് അല്ലെ. യൂണിറ്റിയെ പറ്റിയിട്ട് അല്ലെ, ഷെയറിങ് ഈസ് കെയറിങ്, കെയറിങ് ഈസ് ഷെയറിങ് എന്നൊക്കെ പറയുന്ന പോലെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ യൂണിറ്റി വേണം. ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കഥയാണ് നമ്മളെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത് അല്ലെ. ദ റെയിൻബോ പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു കഥ നമുക്കറിയാം അല്ലെ. ഈസ് എ സ്റ്റോറി ദാറ്റ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഷെയറിംഗ് അല്ലെ. യൂണിറ്റിയും ആ ഒരു ഷെയറിംഗ് അല്ലെ, കൂട്ടായ്മയും അതുപോലെ തന്നെ നമ്മളുടെ ഷെയറിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ കൂടെ പറയുന്നത്. The village and the ribbons. The story begins in a peaceful, quiet village on a vast sandy land. നമുക്കറിയാം ഇതൊരു വളരെ ശാന്തമായിട്ടുള്ള ഒരു തീരത്ത് നടക്കുന്ന ഒരു കഥയാണ്, ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു കഥയാണ് അല്ലെ. One morning a magical warm breeze brings colorful ribbons, ബ്ലൂ, റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ അല്ലേ. ഒരു ദിവസം ഒരു മാജിക്കൽ ഒരു വാം ബ്രീസ് അങ്ങോട്ട് വന്നിട്ട് കുറച്ച് റിബണുകൾ ഇങ്ങനെ പെയ്യാൻ വേണ്ടി തുടങ്ങി. ഏതൊക്കെ കളറുകളാ? ബ്ലൂ, റെഡ്, യെല്ലോ, ഗ്രീൻ എന്ന് പറയുന്ന ഈ 4 കളറിലുള്ള ആ ഒരു എന്താ പറയാ, ഒരു റിബണുകൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ആ ഒരു എന്താ പറയാ, ബട്ടർഫ്ലൈസിനൊക്കെ പോലെയൊക്കെ ഇങ്ങനെ പറന്നു വരാൻ തുടങ്ങി അല്ലെ. Falling from the sky like butterflies, the villagers eagerly tie these ribbons around themselves അല്ലെ. അങ്ങനെ ആ വില്ലേജേഴ്സ് ഇതൊക്കെ ഇങ്ങനെ പറന്നു വരുന്ന കണ്ടിട്ട് അതൊക്കെ അവര് എടുത്തിട്ട് ഇങ്ങനെ കെട്ടാൻ തുടങ്ങി. ആൻഡ് ദ കളേഴ്സ് സ്പ്രെഡ് ടു ദെയർ സ്കിൻ. അപ്പോ ആ ഒരു കളർ, ഏത് കളറിലുള്ള റിബണാണോ അവർ കെട്ടിയത് ആ കളർ തന്നെ അവരങ്ങോട്ടായി പോയി അല്ലെ. മേക്കിംഗ് ദം ലുക്ക് വൈബ്രന്റ് ആൻഡ് ഡിഫറെന്റ് ഫ്രം വൺ അനദർ. അതായത് ഓരോ ആൾക്കാരെയും എങ്ങനെയായി, ഓരോ ആൾക്കാരും മാറി മാറി ഓരോ കളറിലുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ മാറി മാറി ഇവരെന്ത് ചെയ്തു, ഈ റിബൺ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ വരുന്ന കണ്ടിട്ട് റിബൺ എടുത്ത് കെട്ടാൻ തുടങ്ങി. റിബൺ എടുത്ത് കെട്ടിയ സമയത്ത് ഒരു മാജിക്കൽ റിബൺ ആയിരുന്നു, അതേപോലെയുള്ള കളറ് ആയി മാറുകയും ചെയ്തു. ഏതൊക്കെ കളറുകളാ? 4 കളറുകളായിരുന്നു, ബ്ലൂ, റെഡ്, യെല്ലോ, ഗ്രീൻ അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വാൾസ് ഓഫ് സെപ്പറേഷൻ ആണ് അല്ലെ. ദ വാൾസ് ഓഫ് സെപ്പറേഷൻ ആണ് ഇവിടെ ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. When a cold wind blows, the people becomes frightened by their different appearance. They separate into group based on their ribbon colors, blue, red, green and yellow, and build big walls to stay apart from those who are different അല്ലെ. അപ്പോ ഈ ഒരു 4 കളറുള്ള ആളുകൾ 4 വിഭാഗമായി, വലിയ 4 വിഭാഗമായി മാറുകയും 4 ചുമരുകൾക്കുള്ളിലൊക്കെ ആവുകയും ചെയ്തു. ഒരു വലിയ ചുമരുകളൊക്കെ പണിഞ്ഞ് 4 വിഭാഗം ആൾക്കാരും 4 സംഭവത്തിന്റെ ഉള്ളിലായിട്ട് മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല. ഇവര് എല്ലാരും കൂടെ ഒരുമിച്ചുണ്ടായ ആളുകളൊക്കെ ഈ ഒരു സംഭവത്തോടു കൂടി എന്തായി, ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഇത് മാത്രമാണോ പ്രശ്നം? ഇത് മാത്രമല്ല പ്രശ്നം. എന്താ പ്രശ്നം? പ്രശ്നം നോക്കൂ.
അപ്പോ ദ റെഡ് ഗ്രൂപ്പ് ഹാസ് വാട്ടർ ബട്ട് നോ ഫുഡ്. റെഡ് ഗ്രൂപ്പിന്റെ അടുത്ത് വെള്ളമുണ്ട് പക്ഷെ ഭക്ഷണമില്ല. ബ്ലൂ ഗ്രൂപ്പിന്റെ അടുത്ത് ഫുഡ് ഉണ്ട് പക്ഷെ വെള്ളമില്ല. പിന്നെയോ ഗ്രീൻ ഗ്രൂപ്പിന്റെ അടുത്ത് വുഡ് ഉണ്ട് പക്ഷെ ഷെൽട്ടർ ഇല്ല. യെല്ലോ ഗ്രൂപ്പിന്റെ അടുത്ത് ഷെൽട്ടർ ഉണ്ട് ബട്ട് നോ ഫയർവുഡ്. അല്ലെ, ഇങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് ഒന്നുണ്ട് പക്ഷെ ഒന്നില്ല, ഒന്നുണ്ട് ഒന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഇവർ അങ്ങോട്ട് ആയി മാറി. ഓക്കെ, അപ്പോഴാണ് ഇങ്ങനെ ഇവര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി, ഒരു കാര്യങ്ങളും നടക്കാതെയായി. അങ്ങനെയാണ് ഒരു സ്ട്രേഞ്ചർ വരുന്നത്. ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് ആ സ്ട്രേഞ്ചർ ഒരു അഡ്വൈസും ഇതിനൊരു റിസൊല്യൂഷനും കാണുകയാണ്. എന്താണ് നമുക്ക് നോക്കാം. എ സ്ട്രേഞ്ചർ അറൈവ്സ് ആൻഡ് ഹിയർ their cries for help. അല്ലെ, അവര് ഇങ്ങനെ കരഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മറ്റുള്ളവരുടെ അടുത്താണുള്ളത്, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, advises them that sharing is the only way. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അടുത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് കാര്യമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയറിങ് ഈസ് ദ ഓൺലി വേ ടു ലിവ്. നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ അവര് പറഞ്ഞു, initially hesitant, the villagers decided to follow his advice as they share their resources and miracle occurs. Everyone gets what they need and happiness returns. അല്ലെ, അങ്ങനെ ഇവർ ഷെയർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇവർക്ക് എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണോ ഇവരുടെ ആവശ്യങ്ങൾ അതൊക്കെ ഇവർക്ക് നടക്കാൻ തുടങ്ങി. ഒരാൾക്ക് വെള്ളമില്ല, ഒരാൾക്ക് ഫുഡില്ല. അപ്പൊ ഷെയർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വെള്ളമുള്ളവർ വെള്ളമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും, ഭക്ഷണമുള്ളവർക്ക് വെള്ളം കൊടുക്കും, തീയുള്ളവർക്ക് വിറക് കൊടുക്കും, വിറകുള്ളവർക്ക് തണൽ കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇവർക്ക് കിട്ടി. ഇവർ പഴയ പോലെയായി, ഹാപ്പിയായി. അല്ലെ, they pulled down their walls and combined their ribbons into the giant rainbow, calling themselves the rainbow people. The story ends with the villagers living together in a harmony and joy. അല്ലെ, അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു, ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഉഷാറായിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതിന്റെ പൊതുവായിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും യൂണിറ്റിയെ പറ്റിയാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ ഷെയറിങ്ങിനെ പറ്റിയിട്ടുമാണ് ഇത് പറയുന്നത്. ഈ കഥ ഇത്രയും വലിയ പേജിലുള്ള കഥ വളരെ സിമ്പിൾ ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ ഞാൻ മിണുങ്ങി എന്നൊക്കെ പറയില്ല, കട്ട് ചെയ്ത് മുറിച്ച് ഞാൻ തിന്നിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കഥ വേറെയൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതാണ് കഥയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റിൽ ഒരു 4-5 പേജ് പറയുന്ന സാധനം ഞാൻ വെറുതെ ജസ്റ്റ് ഒരു 2 minutes കൊണ്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഇതൊന്നുമല്ല, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ പാഠത്തിനെ പറ്റിയിട്ട് ചെറിയൊരു സംഭവം തന്നു. ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. റെയിൻബോ പീപ്പിളിന്റെ കഥയാണ്. ആകാശത്തിന് കുറച്ച് റെയിൻബോ റിബൺസ് വന്നിരുന്നു. അതൊക്കെ ഇവരെടുത്ത് കെട്ടിയ സമയത്ത് 4 കളറിലാണ് ഉണ്ടായത്. ആ കെട്ടിയ കളർ ഏതാണോ ആ കളറിലൊക്കെ ഇവരങ്ങോട്ട് മാറി. അങ്ങനെ മാറിയെന്ന് മാത്രമല്ല, ഇവരൊക്കെ ഓരോ ഗ്രൂപ്പുകളായി, ഇവരുടെ ഇടയിൽ ചുമരുകളായി, ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാതെയായി. ഒരാൾക്കുള്ള സാധനം ഒരാൾക്ക് ഉണ്ടാവില്ല, ഒരാൾക്കുള്ള സാധനം മറ്റാൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കോലത്തിലൊക്കെ ആയിട്ട് മാറി. അങ്ങനെയുള്ള കോലത്തിലായി മാറിയ സമയത്ത് ഇവർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായി മാറി. അപ്പൊ ഒരു സ്ട്രേഞ്ചർ വന്നു. ആ സ്ട്രേഞ്ചറിനോട് ഇങ്ങനെ കരഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഷെയറിങ് അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ജീവിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് കഥ. ഓക്കെ, ഷെയറിങ്ങും യൂണിറ്റിയും. യെസ് ഗൈസ്, നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്, ഹൂസ് വേർഡ്സ് ആർ ദീസ്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള വേർഡാണ്. ഹെലൻ കെല്ലറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വേർഡാണ്. അലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. അല്ലെ, ഒറ്റക്കാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ കൂടെ എല്ലാവരുടെ കൂടെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെ, ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കല്ല് മാത്രമേ എടുത്ത് മാറ്റാൻ പറ്റൂ. ഒരു 10-20 ആൾ വന്ന ഒരു പാറ വരെ നമുക്ക് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് സംഭവം. ഈ വേർഡ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള വേർഡാണ്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഹെലൻ കെല്ലറിൻ്റെതാണ്. ഓക്കെ, യെസ് ഗൈസ്, ഫൈൻഡ് എ വേർഡ് ദ ടെക്സ്റ്റ് ദാറ്റ് മീൻസ് വെരി ലാർജ് ഓർ ഹ്യൂജ്. ആ ഒരു ടെക്സ്റ്റ് ഏതാണ്? അതാണ് വാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് വരും. ഒരു പാര തരും, ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് തന്നിട്ട് ഇതിൽ ഇങ്ങനെ മീന് വരുന്ന വേർഡ് ഏതാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ മീന് വരുന്ന വേർഡ് ഏതാണ്, അതൊക്കെയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇത് ഓൾറെഡി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു വെരി ലാർജ് അല്ലെങ്കിൽ ഹ്യൂജ് ആ ഒരു പാഠഭാഗത്തിൽ വരുന്ന ആ ഒരു ടെക്സ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ആ വേർഡ് ഏതാണ്
ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് വാസ്റ്റ് ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കൂ നിങ്ങളോട്, കംപ്ലീറ്റ് ദ അനലോഗി. ബ്ലൂ ഈസ് ടു സ്കൈ ആസ് ഗ്രീൻ ഈസ് ടു ഫോറസ്റ്റ് അല്ലെ, ഓർ നാച്ചർ. ബ്ലൂ ഈസ് ടു സ്കൈ ആൻഡ് ഗ്രീൻ ഈസ് ടു ഫോറസ്റ്റ്. ഇതൊരു ചോദ്യമാണ്, ആ ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, റെഡി. ഇതേപോലെ വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അല്ലെ. യെസ് ഗൈസ്, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റൈമിംഗ് വേർഡ് ഫോർ ലൈറ്റ് ഫ്രം ദ ഫസ്റ്റ് പേജ് ഓഫ് ദ സ്റ്റോറി. ലൈറ്റിന്റെ റൈമിംഗ് വേർഡ് ബ്രൈറ്റ് അല്ലെ. റൈമിംഗ് വേർഡ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലെ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റൈമിംഗ് വേർഡ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരുപാട് റൈമിംഗ് വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിച്ചതാണ്. യെസ് ഗൈസ്, നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ഹൗ മെനി സ്മോളർ വേർഡ് ക്യാൻ ഫൈൻഡ് ദ വേർഡ് ടുഗെദർ. ടുഗെദറിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ചെറിയ ചെറിയ വേർഡുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും? ഇവിടെ കുറച്ച് എണ്ണം ഉണ്ട്, നമുക്ക് നോക്കാം. ടു, ഗെറ്റ്, ഹെർ, ദ, ഗോഡ്. നിങ്ങൾക്ക് ഇനി കണ്ടെത്താൻ പറ്റുമോ? നിങ്ങൾ കണ്ടെത്തിക്കോ. ഇവിടെ ഓൾറെഡി ഒരു 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് തന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് എത്ര ചെറിയ വേർഡ്സുകൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, റെഡി. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. കളർഫുൾ റിബൺസ് ബിഗൺ ടു ഫോൾ ഫ്രം ദ സ്കൈ ഫ്ലട്ടറിംഗ് ലൈക്ക് ഡാഷ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പൊ എന്താണ്? ഫ്ലട്ടറിംഗ് ലൈക്ക് ബട്ടർഫ്ലൈസ് അല്ലെ. ഫ്ലട്ടറിംഗ് ലൈക്ക് ബട്ടർഫ്ലൈസ് അല്ലെ. പൂമ്പാറ്റകൾ പോലെയാണ് റിബൺസ് അല്ലെ. അല്ലെ, അതാണ് അറിയുന്നതാണ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് വേർഡ് ഇൻ ദ സ്റ്റോറി ഡിസ്ക്രൈബ്സ് ദ മൂവ്മെന്റ് ഓഫ് ദ റെഡ് റിബൺസ് അല്ലെ. വിച്ച് വേർഡ് ദ സ്റ്റോറി ഡിസ്ക്രൈബ്സ് ദ മൂവ്മെന്റ് ഓഫ് ദ റെഡ് റിബൺ. റെഡ് റിബണിന്റെ മൂവ്മെന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്, അതാണ് സ്പൺ എന്ന് പറയുന്ന വേർഡ് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് വരിക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫ് തരുന്നു, ആ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തിട്ട് ഉത്തരങ്ങൾ എഴുതാനാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വളരെ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് വാം യൂസ്ഡ് ദിസ് ചാപ്റ്റർ. വാമിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? കോൾഡ്. വാമിന്റെ ഓപ്പോസിറ്റ് വേർഡ് കോൾഡ്. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വാമിന്റെ ഓപ്പോസിറ്റ് വേർഡ് കോൾഡ്. ഇതേപോലെ നിങ്ങളോട് മറ്റേതെങ്കിലും ഒരു വേർഡ് തന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ചോദിക്കാം. വാമിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഇവിടെ എന്താ? കോൾഡ് ആണ്. നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഐഡന്റിഫൈ ദ ക്യാരക്ടർ ആണ്. ഷീ ഹാഡ് എ ബ്ലൂ റിബൺ ആൻഡ് ലുക്ക്ഡ് ലൈക്ക് ദ ബ്ലൂ സ്കൈ. ഐഡന്റിഫൈ ദ ക്യാരക്ടർ. ആരാണത്? ഷീ ഹാഡ് എ ബ്ലൂ റിബൺ ആൻഡ് ലുക്ക്ഡ് ലൈക്ക് ബ്ലൂ സ്കൈ. ആരാണത്? ലില്ലിയാണ്. ഒരു ക്യാരക്ടറെ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ഓരോ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യന്റെ മോഡലാണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതേ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കണം എന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു പാരഗ്രാഫോ ഒരു റൈമോ തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, സെയിം ചോദ്യങ്ങളാണ്. നിങ്ങൾ ഒരു ഇങ്ങനെയുള്ള പാരഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ 2 പ്രാവശ്യം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരം അതിൽ കറക്റ്റ് ആയിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഉത്തരം അത് തന്നെ ഉണ്ടാവും, വേറെ എവിടെ നിങ്ങൾ പോകണ്ട, ഉത്തരം അതിലുണ്ടാവും, അത് നോക്കിയിട്ട് എഴുതാനേ ഉണ്ടാവും. ഓക്കെ, അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. പിന്നെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേറെ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമ്മളെ ടെക് കിഡ്സ് യൂട്യൂബ് ചാനൽ കാണുന്ന കുട്ടികൾക്ക് മാത്രമുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഷെയർ ചെയ്ത വലിയൊരു പ്രശ്നമാണ്. ലൈക്ക് ചെയ്യ് ചങ്ങായിമാരെ. എന്താണിത്? ലൈക്ക് ചെയ്യാതെ കുറെ ആൾക്കാരുണ്ട്. എന്തോ വലിയ കാര്യം കേൾക്കാതെ എന്ത് പിസ്കാണ് നിങ്ങൾക്ക്? ഒരു ലൈക്ക് ഇട്ടെന്നൂടെ? ഞാൻ ഇവിടെ വെറുതെ പ്രസംഗിക്കുകയാണോ? ഒരു ലൈക്ക് ഇട്ടതാൽ എന്താ? എന്തെങ്കിലും ഇടിഞ്ഞു വീണുപോകോ? ഓരോ ലൈക്കുകളും എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് CM കിഡ്സിന്റെ എന്താ പറയാ ഒരു പിന്നെ മാർക്കായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ലൈക്ക് വരും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? Next question. What did the villagers build to separate themselves from others? എന്താ അവർ ചെയ്തത്? Walls അല്ലേ, മതിലുകളാണ് പതിഞ്ഞത്. Next question. Find a word in the text that means a place giving protection from bad weather. അപ്പോൾ ബാഡ് വെതറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്ലേസ്, അതാണ് എന്ത്? ഷെൽട്ടർ അല്ലെ, ഒരു ഷെൽട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. The dancing people looked like the plums of a peacock അല്ലെ. What does plums means? അതാണ് എന്ത്? feathers അല്ലെ. feathers ആണ് അല്ലെ, feathers. ഓക്കെ, റെഡി. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the face shimmering skin, what does shimmering means? അതാണ് എന്ത്? ഷൈനിങ്. ഷിമ്മറിംഗിന്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഷൈനിങ് ആണ്. ഷൈനിങ്, ഷിമ്മറിംഗ് സ്കിൻ, അതെന്താണ്? ഷൈനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
what did the red group have that blue group needed? ഇതൊക്കെ നമുക്ക് അറിയുന്നത് വാട്ടർ ഓരോ ഗ്രൂപ്പിനും ഓരോരോ സാധനങ്ങൾ നീഡഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലതിന് വുഡ് ആണ് അല്ലെ, ചിലതിന് വാട്ടർ ആണ്, ചിലതിന് ഫുഡ് ആണ് അല്ലെ. why was Leo from the yellow group shivering called അല്ലെ? okay, next, who advised the villagers to share? ആരായിരുന്നു പറഞ്ഞത്? ഒരു അഡ്വൈസ് കൊടുത്തത് ആരായിരുന്നു? സ്ട്രേഞ്ചർ ആയിരുന്നു അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വാട്ട് ഡിഡ് ദ ഫോർ കളേഴ്സ് ജോയിൻ ടുഗദർ ടു ഫോം അറ്റ് ദ എൻഡ്? അതാണ് എന്ത്? റെയിൻബോ അല്ലെ. റെയിൻബോ ലാസ്റ്റ് സംഭവിച്ചതല്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് അവരൊരു പേരുണ്ട്. ഓക്കെ, റെഡി. ഗിവ് ദ പ്ലൂറൽ ഫ്രം ദ വേർഡ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈന്റെ പ്ലൂറൽ എന്താണ്? ബട്ടർഫ്ലൈസ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. Rearrange the letter to find a word from the story AINRBOW. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? റെയിൻബോ ആണ്. ഇതേപോലെ നിങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ ജംബിൾഡ് ഓർഡറിലായിട്ട് ഒരു സംഭവം തരും. അത് അന്ന് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയും ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ പാഠത്തിലുള്ള ഏതെങ്കിലും ഒന്നാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് നിങ്ങളോട് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. ഇതൊക്കെ മുമ്പേ ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. കുറെ ചോദ്യങ്ങളെടുത്ത് ഞാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തിട്ട് ഞാനങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ PDF ഓൾറെഡി നിങ്ങൾക്ക് തരുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ സെൻട്രൽ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ഇൻ വൺ വേർഡ്? അപ്പോൾ ഈ ഒരു കഥയുടെ മൊത്തമായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അത് യൂണിറ്റിയാണ് അല്ലെ. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങളുടെ LSSന് വരുന്ന അതേ മോഡൽ, സെയിം മോഡൽ സാധനമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരു മാറ്റവും ഇതിലില്ല. സെയിം മോഡൽ സാധനങ്ങളാണ് മുഴുവനായിട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യുക? ഈ സാധനങ്ങൾ എന്തായിട്ടും നിർബന്ധമായിട്ടും വായിച്ചു നോക്കുക, നിർബന്ധമായിട്ടും ഇത് കാണുക. ഈ PDF-കൾ നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം. നിർബന്ധമാണ്. ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം. ചോദ്യങ്ങൾ ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. വേറെ പാരഗ്രാഫ് അല്ലെങ്കിൽ വേറെ മറ്റേ സംഭവം റൈം ഇതൊക്കെ തന്നിട്ട് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ, ഒരു സംശയവും വേണ്ട, ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സെറ്റായിട്ട് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. എന്തായാലും ഇതുവരെ പഠിക്കാത്ത കുട്ടികൾ ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോ. ആകെ 35 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് CM കിഡ്സ് എന്ന് പറയുന്ന പരീക്ഷ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, പകുതി മാർക്കിനോ അല്ലെങ്കിൽ ജയിക്കാനുള്ള മാർക്കിനോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. വേറൊരു ലക്ഷ്യവും നമുക്കില്ല. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, നമ്മുടെ ഗ്രൂപ്പിലേക്കൊക്കെ എല്ലാവരെയും കൂട്ടിയിട്ട് വരിക, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, സംഭവങ്ങളൊക്കെ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ഡാ, ലവ് യു ഗൈസ്, ബൈ.